വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് കളക്ടറേറ്റിനും സൺറൈസ് ഹോസ്പിറ്റലിനും അടുത്തായി കാക്കനാട് ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കിച്ചണുകളുമുള്ള ഈ സ്പേഷ്യസ് ആയ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമുക്കിനി ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. കോമ്പിനേഷൻ എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ സ്ലോപ്പിംഗ് റൂഫിൽ റൂഫ് ടൈലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സ്ലോപ്പിംഗ് റൂഫിനോട് ചേർന്ന് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ ചെയ്തിട്ടുള്ളത്. 5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇൻഡിവിജ്വൽ വില്ലയായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 1.4 മീറ്ററുള്ള ഒരു വിക്കറ്റ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഗേറ്റ് കൂടാതെ ഇവിടെയായിട്ട് 4 മീറ്ററോളം വരുന്ന ഒരു ഗേറ്റും നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് സൈഡായ വടക്ക് ഭാഗത്താണ് ഉള്ളത്. 10 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ബോക്സ് ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വോളിലെല്ലാം തന്നെ ടെക്സ്ചർ വർക്കുകൾ നൽകി 2-വേ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റ് 2 കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് പവർ പോയിന്റും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് 2 മാവ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇത് ഈ വീടിന്റെ നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. ഇവിടെയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 8 അടിയിലേറെ നീളവും 6 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും സ്റ്റെപ്പുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായി വരുന്ന പില്ലറിന് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോറും വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്പേഷ്യസ് ആയ ലിവിംഗ് റൂമിലേക്ക് വരാം. ലിവിംഗിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഭാഗത്തായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ്. ബ്ലാക്ക് ആൻഡ് വുഡ് കോമ്പിനേഷൻ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് 2 സൈഡിലായിട്ട് ബീഡിംഗ് ഒക്കെ നൽകിയാണ് ഈ ഒരു സീലിംഗ് വർക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ലിവിംഗ് റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായി വരുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിന് 18 അടിയിലേറെ നീളവും 12.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു കോർണർ സോഫ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഒരു കോഫി ടേബിൾ വന്നാലും ആവശ്യത്തിലധികം തന്നെ നമുക്ക് സ്പേസ് ലഭിക്കുന്നുണ്ട്. മൂവ്മെന്റിന് ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മിനിമലായി എന്നാൽ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി സീലിംഗിലേക്ക് വന്നാൽ ഈ ഒരു ഭാഗത്തായിട്ട് പ്രൊഫൈലേക്ക് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് സീലിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടി വുഡിൽ ചെയ്ത ഒരു പാർട്ടീഷൻ കാണാം. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഡെക്കർ സ്പേസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെയായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് സ്റ്റെയറിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇൻവെർട്ടറിനുള്ള പോയിന്റ് വരുന്നുണ്ട്.
ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് വരുന്നത്. 15 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഒരു വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്ത് താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള പോർഷനിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിന്റെ വയേഴ്സും വി ഗാർഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒഴികെ ബാക്കി എല്ലായിടത്തും ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കൗണ്ടർ സ്പേസ് നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് പാർട്ടീഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ 2 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കിച്ചണിൽ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. 9 അടിയോളം നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിനും ഉള്ളത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെയും ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 2 ലെയറായി സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയും ഒരു സിങ്കും ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡിഷ് വാഷിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സ്വന്തമായിട്ട് ഇന്റീരിയർ ചെയ്യണം എന്നുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വീട്. ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂമിലൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായി വരുന്ന ഈ ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ജാഗ്വാറിന്റെ വാട്ടർ ക്ലോസറ്റ്, ഫ്ലഷിംഗ് സിസ്റ്റം, അതുപോലെ ഡൈവേർട്ടറും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ വരുന്നത്. കൂടാതെ എക്സ്പോസ്റ്റ് ഫാനും ഹീറ്റിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈല് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലിലാണ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും എസ്എസും യൂസ് ചെയ്താണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വാളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 23 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈ ഒരു സ്പേസിൽ സീലിംഗ് ഫാനൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് വെക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ ചെയ്യാനോ ഉള്ള സ്പേസ് വന്നിട്ടുണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായി വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും വിൻഡോകൾ നൽകിയിട്ടുണ്ട്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ്സും സീലിംഗ് ഫാനോടും കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് യൂണിറ്റോ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്.
നോർത്ത് വെസ്റ്റ് കോർണറായി വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റോ അല്ലെങ്കിൽ വാർഡ്രോബോ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെയും എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. എക്സ്ഹോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഫാമിലി ലിവിംഗ് സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു സ്പേസിന് 12.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് ഒരു ഹോം തിയേറ്റർ സ്പേസ് ആക്കി മാറ്റാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 17.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ബാൽക്കണി വരുന്നത്. 7.5 അടി നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SSN ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു സ്ക്വയർ ട്യൂബിന്റെ ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് കളക്ടറേറ്റിലേക്ക് 800 മീറ്റർ, സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 2.8 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 5.4 കിലോമീറ്റർ, കലൂരേക്ക് 7.7 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കിച്ചണുമുള്ള ഈ സ്പേഷ്യസ് ആയ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,60,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.